ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നേരെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് മൂവി റോബിൻ ഹുഡ്. നിതിൻ നായകനായി എത്തുന്ന മൂവിയിൽ ശ്രീലീലയാണ് നായിക എത്തുന്നത്. ഡേവിഡ് വാർണർ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മൂവിയാണ് റോബിൻ ഹുഡ്. റോബിൻ ഹുഡിന്റെ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷൻ ഇന്നലെ വൈകിട്ട് 5 മണിക്കായിരുന്നു. എന്നാൽ സിനിമയുടെ ട്രെയിലർ രാത്രി 8-8:30 മണിയോടെയാണ് റിലീസായിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ഇത് ലഭ്യമാണ്. രണ്ടാമത്തെ മൂവി സിക്കന്ദർ. AR മുരുകദോസിന്റെ ഡയറക്ഷനിൽ സൽമാൻ ഖാൻ നായകനായി എത്തുന്ന മൂവിയിൽ രശ്മിയും കാജൽ അഗർവാളുമാണ് ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തത്. അതുകൂടാതെ സിനിമ റിലീസിനെത്തുന്നത് മാർച്ച് 30-നാണ്. മൂന്നാമത്തെ മൂവി ഹിറ്റ് ദ തേർഡ് കേസ്. ഞാനി നായകനായി എത്തുന്ന മൂവിയിൽ ശ്രീനിധിയാണ് നായികയായി എത്തുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് രാവിലെ 11:07 റിലീസായിട്ടുണ്ട്. നാലാമത്തെ മൂവി റെയ്ഡ് 2. അജയ് ദേവഗൺ നായകനായി എത്തുന്ന മൂവിയാണ് റെയ്ഡ് 2. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന മെയ് 1-നായിരിക്കും സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അഞ്ചാമത്തെ മൂവി ഡിയർ സ്റ്റുഡൻസ്. നയൻതാരയും നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മൂവിയാണ് ഡിയർ സ്റ്റുഡൻസ്. സിനിമ ഇപ്പോൾ പാക്കപ്പ് ആയിട്ടുണ്ട്. അടുത്ത മൂവി ജനനായകൻ. വിജയ് അവസാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് H. വിനോദാണ്. പൂജ ഹെഗ്ഡെയും അമിതാഭ് ബൈജുക്ക് ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മൂവിയാണ് ജനനായകൻ. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം പൊങ്കലിനായിരിക്കും, അതായത് ജൂൺ 9, 2026 സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അടുത്തത് പൃഥ്വിരാജ് കുമാറിന്റെ ഡയറക്ഷനിൽ മോഹൻലാൽ നായകനായി എത്തുന്ന മൂവിയിൽ ടൊവിനോ, സാനിയ, മഞ്ജു വാര്യർക്ക് ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മൂവിയാണ് L2E എമ്പുരാൻ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ ഇപ്പോൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് L2E എമ്പുരാൻ. എമ്പുരാൻ സിനിമയ്ക്ക് പുതിയ റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. 27 മണിക്കൂറിനുള്ളിൽ 645K ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയെന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ എമ്പുരാൻ ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഓപ്പണിംഗ് വീക്കെൻഡിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 58 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. പോസ്റ്ററിലൂടെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇതാണ് പോസ്റ്റർ. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായി.